കെ.സി. റോസുകുട്ടി ടീച്ചർ. ഈ പേരിനപ്പുറം മറ്റൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമേയില്ല. വയനാടിന്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഒരു സ്ത്രീ എന്ന നിലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം. സുൽത്താൻ ബത്തേരി മുൻ എം.എൽ.എയും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന ടീച്ചർ UDF ഭരണകാലത്ത് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇടത് പാളയത്തിലേക്ക് ചേക്കേറിയത്. ഇപ്പോൾ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ. 14 വർഷം മുള്ളൻകൊല്ലി സ്കൂളിലും പിന്നീട് വിജയ സ്കൂൾ പുൽപ്പള്ളി, ബത്തേരി അസംഷൻ സ്കൂൾ എന്നിവിടങ്ങളിലും പ്രധാന അധ്യാപികയായി ജോലി ചെയ്തു. 1983 ജൂലൈ 6-നുണ്ടായ പുൽപ്പള്ളി വെടിവെപ്പ് സംഭവത്തിലൂടെയാണ് ടീച്ചർ പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തുന്നത്. 1984 ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം സജീവ രാഷ്ട്രീയ പ്രവർത്തകയായി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് MLA ആയി മത്സരിക്കുന്നത്. മുള്ളൻകൊല്ലി സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും കോഴിക്കോട് പ്രൊവിഡൻസ് സ്കൂളിലും കോളേജിലുമായി മറ്റ് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസവും പൂർത്തിയാക്കി. നിയമസഭാ ഇലക്ഷനിൽ പരാജയപ്പെട്ടപ്പോൾ നിയമം പഠിക്കാൻ പോയ ടീച്ചർ അങ്ങനെ നിയമത്തിൽ ബിരുദവും നേടി. 73-ാം വയസ്സിലും മുള്ളൻകൊല്ലി കുരിശിങ്കൽ ചാക്കോ ഏലിക്കുട്ടി ദമ്പതികളുടെ രണ്ടാമത്തെ മകൾ കെ.സി. റോസുകുട്ടി ഊർജ്ജസ്വലയാണ്. ടീച്ചറെ നമസ്കാരം. വയനാടൻ പെൺപെരുമയിലേക്ക് സ്വാഗതം. ഇതിനും മുൻപും ഒരുപാട് പരിപാടികളുടെ ടീച്ചറൊപ്പം ചാനലിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി വയനാടൻ പെൺപെരുമ എന്ന പരിപാടിയിലൂടെ ടീച്ചറിൻ്റെ അടുത്ത് എത്താൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ടീച്ചറുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമതി കെ.സി. റോസുകുട്ടി ടീച്ചർ. വയനാട്ടിലെ ആദ്യത്തെ വനിതാ MLA. അത് വയനാട് പോലുള്ള ഒരു ജില്ലയിൽ നിന്നും, പ്രത്യേകിച്ച് മുള്ളൻകൊല്ലിയിൽ നിന്നും ഒരു വനിത ഇത്ര വലിയ സ്ഥാനങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ചെറിയ ഒരു കാര്യമല്ല. വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു, ഇപ്പോൾ വനിതാ കോർപ്പറേഷൻ അധ്യക്ഷയാണ്. എങ്ങനെയാണ് ടീച്ചർക്ക് ഇത്ര വലിയ ഒരു നേട്ടം കൈവരിക്കാനായത്? അധ്യാപനത്തിൽ നിന്നാണ് ടീച്ചറിൻ്റെ തുടക്കം. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവൊക്കെ? രാഷ്ട്രീയത്തിലേക്ക് തികച്ചും യാദൃച്ഛികമായിട്ടാണ് കടന്നു വന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകയാകും എന്ന് ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത അല്ലെ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. നല്ലൊരു അധ്യാപിക, അതിൻ്റെ അവാർഡ് വാങ്ങുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, നല്ല ധാരാളം കുട്ടികളെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുത്ത് അവരെ ഭാവിയിൽ നല്ല മിടുക്കന്മാരും മിടുക്കികളുമാക്കി മാറ്റുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇടയ്ക്കുണ്ടായ ചില സംഭവങ്ങൾ ഒരുപക്ഷെ സുമി ഓർക്കുന്നുണ്ടാകും. പുൽപ്പള്ളി വെടിവെപ്പ്, പഴശ്ശിരാജ കോളേജിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിനിടയിൽ, അതായത് സ്കൂളിലെ ഞാൻ പ്രധാന അധ്യാപികയായിരുന്നല്ലോ മുള്ളൻകൊല്ലി സ്കൂളിൽ. അതിനിടയിൽ ധാരാളം കുട്ടികൾ നല്ല, ഞാൻ 76 മുതൽ 90 വരെ മുള്ളൻകൊല്ലി സ്കൂളിലെ ഫൗണ്ടർ ഹെഡ് മിസ്ട്രസ്സാണ്. അത് തുടങ്ങിയുള്ള 14 വർഷം അവിടെ ഇരുന്നു. അതിനിടയിൽ ഈ കുട്ടികൾക്ക് പഠിക്കാൻ യാതൊരു സൗകര്യവും ഇല്ല. അന്ന് ബത്തേരി സെൻറ്റ് മേരീസ് കോളേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന് യാതൊരു സൗകര്യവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TU ജേക്കബ്, TU ജേക്കബ് വലിയൊരു പൊതുപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹം എൻ്റെ അയൽവക്കക്കാരൻ കൂടിയാണ് മുള്ളൻകൊല്ലിയിൽ. അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം ആവശ്യപ്പെട്ടു. നമുക്ക് കുട്ടികൾ, ഞാനന്ന് 96% എന്ന് പറഞ്ഞാൽ പുൽപ്പള്ളിയിലൊക്കെ വളരെ കുറവ് കുട്ടികളെ ജയിക്കാറുള്ളൂ. 96% ഉണ്ട് നല്ല മാർക്കുള്ള കുട്ടികൾ. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റാത്ത എൻ്റെ മനസ്സിനെ വളരെ വേദനിപ്പിച്ചു. അപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹമായിട്ടിത് ഷെയർ ചെയ്തു, ഒരു കോളേജ് ഉണ്ടാക്കണം. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പഴശ്ശിരാജ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ച് അതിൻ്റെ ഗവേണിംഗ് ബോഡി മെമ്പറായിട്ട് നിൽക്കുമ്പോൾ പുൽപ്പള്ളി ദേവസ്വം, പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന 25 ഏക്കർ ഞങ്ങൾക്ക് സൗജന്യമായി തരികയും കോളേജ് ആ രേഖയുടെ വെളിച്ചത്തിൽ കോളേജ് അനുവദിച്ചു. ആ കോളേജ് അനുവദിക്കുന്ന സന്ദർഭത്തിൽ അന്ന് പുൽപ്പള്ളിയിൽ ധാരാളം വ്യാജ പട്ടയങ്ങൾ ഉള്ള സമയമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് വ്യാജ പട്ടയമായി വന്നവർ ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ ഓർഡർ വന്നു. അങ്ങനെ ഒരു വലിയ ആ സ്ഥലത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രശ്നം അവിടെ സമര രൂപേണ രൂപം കൊണ്ടു.
ആ സമരത്തിനിടയിൽ സമരത്തെ അടിച്ച് അമർത്തുന്നതിന് വേണ്ടിയുള്ള പോലീസ് നിർദ്ദേശപ്രകാരം അവിടെ പുൽപ്പള്ളി വെടിവെപ്പ് നടക്കുകയും 2 ആൾ മരണപ്പെട്ടു, പലർക്കും അംഗവൈകല്യം സംഭവിച്ചു. ഇത്രയൊന്നും ആവശ്യമില്ലാത്ത ഒന്നാണ്. ഞങ്ങളെ ഈ ശ്രമത്തിൽ നിന്ന് ഒതുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയും ടി.യു. ജേക്കബിൻ്റെ അന്ന് DCC വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടൊക്കെ കൂടി ഉള്ള ഒരു വലിയ കലാപത്തിലേക്ക് എത്തി. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരേണ്ടതായിട്ട് ഞാൻ വന്നു. എൻ്റെ സ്കൂളിലും വെടിവെപ്പ് നടന്നു. ഞാൻ ഒന്നും അറിയാത്ത ഒരു പോലീസ് ജീപ്പ് ആരോ നാട്ടുകാർ മുള്ളംകൊല്ലി ഭാഗത്തുനിന്ന് മറിച്ചിട്ട് തീ വെച്ചു. അപ്പോൾ രാത്രിയിൽ അത് എൻ്റെ നേതൃത്വത്തിലാണ് പുൽപ്പള്ളിയിലെ പോലീസ് ജീപ്പ് തീ വെച്ചതെന്ന് പറഞ്ഞ് എന്നെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ വന്നു. ആ പോലീസുകാർ വരുമ്പോൾ എൻ്റെ 2ാമത്തെ മകൻ പാല് കുടിക്കുന്ന സമയമാണ്, വളരെ ചെറുപ്പത്തിൽ. അവർ രാത്രിയിൽ എന്നെ കസ്റ്റഡിയിലെടുക്കാൻ വന്നപ്പോൾ ഞാൻ അവരെ ക്വസ്റ്റ്യൻ ചെയ്താണ്. അപ്പോൾ ഒരു ചെറിയ നിയമം എനിക്കറിയാമായിരുന്നു. പാതിരാത്രിയിൽ 3 മണിയാണ്. അപ്പോൾ ഒരു ലേഡിയെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ ഒരു വനിതാ പോലീസിൻ്റെ സാന്നിധ്യം വേണമെന്നുള്ള ഒരു ഓർമ്മ ഞാൻ ധാരാളം പ്രാർത്ഥിച്ച് കിടക്കാം. പകലത്തെ വെടിവെപ്പ് കണ്ടു. എൻ്റെ സ്കൂളിലേക്ക് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അതൊക്കെ അടിച്ചമർത്തുന്ന കണ്ടപ്പോൾ ഭയങ്കര മാനസികമായിട്ട് ഞാൻ ഉറങ്ങാത്തൊരു രാത്രി 3 മണിയായപ്പോൾ കൃത്യം പോലീസ് വന്ന് മുട്ടി എന്നെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെ നിങ്ങളുടെ വനിതാ പോലീസ് ഇല്ലാതെ ഒരു ലേഡിയെ രാത്രിയിൽ കസ്റ്റഡിയിലെടുക്കാൻ നിങ്ങൾക്ക് എവിടുന്ന് അധികാരം കിട്ടിയെന്ന് ചോദിച്ചു. ആൻഡ് വാട്ട് ഇസ് എ ചാർജ് അഗെയിൻസ്റ്റ് മീ, എൻ്റെ പേരിലൊരു പരാതി ഉണ്ടാകണമല്ലോ. അപ്പോഴും നിങ്ങളറിയാത്ത ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ എൻ്റെ വരാന്തിയിൽ ഞാൻ നിൽക്കുമ്പോഴേ എന്നെ വെടിവെച്ചിട്ടിട്ട്, നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ടല്ലോ പകലത്തെ പോലെ, നിരപരാധികളെ വെടിവെച്ച് ആ തോക്കുകൊണ്ട് എന്നെയും കൂടി വെടിവെച്ചിട്ട് എൻ്റെ ബോഡി എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുപോകുക, അല്ലാതെ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. അപ്പോൾ അദ്ദേഹം എന്തോ ഒരു മനസാക്ഷിയുള്ള ആളായതുകൊണ്ടായിരിക്കാം എന്നെ കസ്റ്റഡിയിലെടുക്കാതെ ഒരു പോലീസ് ടീം അവർ പുറത്തിറങ്ങി എന്തൊക്കെ ആലോചിച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ മനോരമയിൽ കഥനകഥ പറയുന്ന ഹെഡ് മിസ്ട്രസ് റോസ്കുട്ടി എന്ന് പറയും ഒരു പത്രത്തിൽ വന്നു. അതുപോലെ മാതൃഭൂമിയിൽ ഹെഡ് മിസ്ട്രസ് റോസ്കുട്ടിയുടെ രോഷം എന്നൊക്കെ പറഞ്ഞ് വയലാറുകളുടെ മുമ്പാകെ വാർത്തകളിലൊക്കെ ഞാനിങ്ങനെ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി. എല്ലാവരും ഒളിവിൽ പോയി. എന്നോടൊപ്പം ഉണ്ടായിരുന്ന കോളേജ് കമ്മിറ്റിക്കാരെല്ലാവരും ഒളിവിലും ഹോസ്പിറ്റലിലും ഒക്കെ ആയപ്പോൾ ആ സംഭവത്തിൻ്റെ ഒരു ചെറിയ നേതൃത്വം ഏറ്റെടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നു. ജുഡീഷ്യൽ എൻക്വയറിയിലൊക്കെ തന്നെ ഞാൻ വലിയ ശക്തമായി പോലീസിനെതിരെയും ഗവൺമെൻറ്റിനെതിരെയും ഒക്കെ തന്നെ വളരെ ശക്തമായി പ്രതികരിക്കേണ്ടിയൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ ഞാനൊരു രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് അനിവാര്യമാണ്. ഒരു സ്ത്രീയുടെ ശബ്ദത്തിന് അല്പമെങ്കിലും ഒരു ശ്രദ്ധ കിട്ടണമെങ്കിൽ അവരൊരു പവർഫുൾ ലേഡിയാകണം. ഞാനൊരു ഹെഡ് മിസ്ട്രസ് മാത്രമായിരുന്നതുകൊണ്ട് കാര്യമില്ല എന്നൊക്കെയുള്ള തോന്നലൊക്കെ ഉള്ളിൽ വന്ന ഒരു പീരിയഡ്. ഒരു ശരിക്കും പുൽപ്പള്ളി അല്ലെങ്കിൽ മുള്ളംകൊല്ലി എന്ന ആ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ നേതൃനിരയിലേക്ക് വന്നതും അങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിപ്പെടുന്നത്. രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഞാനന്ന് വന്നില്ല. 84 ഇന്ദിരാഗാന്ധി മരിച്ചു. ഇന്ദിരാഗാന്ധി മരിച്ചത് എനിക്ക് വലിയൊരു ഷോക്കായിപ്പോയി. അപ്പോൾ പുൽപ്പള്ളി മുള്ളംകൊല്ലിയിലുള്ള വോട്ട് മുഴുവനും കോൺഗ്രസ്സിന് നഷ്ടപ്പെടും. കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു അടിയോടി. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാനും വിചാരിച്ചൊരു ഭരണസ്ഥിരത, നല്ലൊരു ഭരണാധികാരി, ശക്തയായൊരു ഭരണാധികാരി, അവരെ ഉന്മൂലനം ചെയ്തപ്പോൾ അവർക്ക് അവിടെ ക്ഷീണം ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ശ്രീ രാജീവ് ഗാന്ധിയുടെ ഇലക്ഷനായിരുന്നു ഫസ്റ്റ് ഇലക്ഷൻ. അപ്പോൾ ഡോക്ടർ അടിയോടി ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ സഹായിക്കാൻ രംഗത്തിറങ്ങി. അന്ന് കോൺഗ്രസ് നേതൃത്വം എന്നെ കാണുകയും ശ്രീ എ കെ ആൻ്റണി അടക്കമുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് 87 സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞൊക്കെ കുറേ പേരൊക്കെ സമീപിച്ചെങ്കിലും എനിക്ക് അങ്ങനെ ഒരു പൊതുപ്രവർത്തനം, ഈ സ്കൂൾ ഹെഡ്മിസ്റ്റർ സ്ഥാനം ഇട്ടിട്ട് പോകാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പിന്നെ 91 ആയപ്പോഴത്തേക്കും ജില്ലാ കൗൺസിൽ ഇലക്ഷൻ മുഴുവനും ഈ പുൽപ്പള്ളി, മുള്ളംകൊല്ലി, പൂതാടി മേഖലകളെ വളരെ ബാധിച്ചതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ ശക്തമായ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകുകയും 8 പഞ്ചായത്തിൽ 7 എണ്ണവും ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ കൗൺസിൽ എസ് എ മജീദ്, ടി.യു. ജേക്കബ് വൈസ് പ്രസിഡന്റ്. ടി.യു. ജേക്കബ് അപ്പോഴത്തേക്കും
ഇടതുപക്ഷവുമായി ചേർന്ന് പോയിരുന്നു. അപ്പോഴങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ പഞ്ചായത്തിൽ 3 പൂതാടി, പുൽപ്പള്ളി, മുള്ളംകുഴിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ആ ഭാഗത്ത് അല്പമെങ്കിലും സ്വാധീനമുള്ള ഒരു വ്യക്തിയോ എന്ന നിലയിലോ ദീർഘകാലം ഒരു സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയൊക്കെ ആയിരുന്നുകൊണ്ടായിരിക്കാം കോൺഗ്രസ് നേതൃത്വം എനിക്ക് സ്ഥാനാർത്ഥിത്വവുമായി വന്നു. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മുടെ ശബ്ദം മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല എങ്കിൽ ഒരു ലേഡിയുടെ ശബ്ദം മനോരോധനമായി മാറും എന്ന ബോധ്യത്തിൽ ഞാനത് സമ്മതിക്കുകയുണ്ടായത്. പിന്നെ ടീച്ചർ MLA ആയി ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ടീച്ചർ ഒരു അധ്യാപികയായിരുന്നു, അതിൽ നിന്ന് ഒരു നേതൃനിരയിലേക്ക് വന്നു, പിന്നീടാണ് MLA ആകുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു MLA ആകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ വയനാട്ടിലുള്ള ഒരാൾക്ക് അതൊക്കെ ചിന്തിക്കുന്നതിന് ഒരുപാട് അപ്പുറത്തായിരിക്കും. അപ്പോൾ ടീച്ചർക്കുണ്ടായ ഒരു അനുഭവം എന്തായിരുന്നു? അത് MLA ആകുന്നത് തന്നെ രാജീവ് ഗാന്ധി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക തിരിച്ചയച്ചു. സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് ലേഡീസ് ഇല്ല, സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ നാട്ടിലെ കുറേ പൊതുപ്രവർത്തകരൊക്കെ എന്നെ വേണമെന്നുള്ള അപേക്ഷ അയക്കുകയും രാജീവ് ഗാന്ധിക്ക് ഞാൻ 87 ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടാനും എൻ്റെ പ്രസംഗം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാനും ഒരിടയായ ഒരു ചെറിയ ഒരു ഇൻസിഡൻറ്റ് ഇതിനിടയിലുണ്ട്. അതുകൊണ്ടാണ് ഇത് തിരിച്ചയച്ചപ്പോൾ പലരുടെയും ഭാഗത്തു നിന്നുള്ള എന്നെ സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള ഒരു ശ്രമങ്ങളൊക്കെ പലരും നടത്തി. അതിൻ്റെ ഫലമായിട്ടാണ് എന്ന് പിന്നീടാണ് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനാർത്ഥി പട്ടിക തിരിച്ചയച്ചില്ലെങ്കിൽ ഇപ്പോഴത്തേതുപോലെ സ്ത്രീകളുടെ സാന്നിധ്യം കോൺഗ്രസിലൊട്ടും ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോടൊരു കടപ്പാടുണ്ട് എനിക്ക്. അങ്ങനെ പോകുന്നതിനിടയിൽ പക്ഷേ ഞാനിത് രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്കൂളിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച് അംഗീകാരം കിട്ടുന്നതുകൊണ്ട് സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സയൻസ് ഫെയർ, സ്പോർട്സ്, യൂത്ത് ഫെസ്റ്റിവലൊക്കെ അതിനൊക്കെ മുൻനിരയിലുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ ധാരണ അതുപോലെയാണ് രാഷ്ട്രീയം. എല്ലാവരും അംഗീകരിക്കും, എല്ലാവരും നമ്മളോട് താല്പര്യമായിരിക്കുന്ന. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ അവസ്ഥ അറിയുന്നത്. അന്ന് നിലവിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതൃത്വം മുഴുവനും ഇതിൽ എനിക്കെതിരാകുകയാണ്. കോൺഗ്രസ് നേതൃത്വം വയനാട് ജില്ലയിൽ അവരൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ടിക്കറ്റ് ആഗ്രഹിച്ചിരിക്കാൻ. ഞാനിത് ആഗ്രഹിച്ചതല്ല. കാരണം ഇന്നും ജീവിച്ചിരിക്കുന്ന മജീദ് കോൺഗ്രസിൻ്റെ നേതാവാണ്. അതുപോലെ PT ഗോപാലക്കുറുപ്പ്, NGO അഗസ്ത്യ, അവരാണ് ഇവിടെ വന്നിട്ട് എന്നെ സ്ഥാനാർത്ഥിത്വമുണ്ട്. കാരണം ഇവിടെ STD ഇല്ലായിരുന്നു. അപ്പോൾ അവരോട് കോൺഗ്രസ് നേതൃത്വം കൽപ്പറ്റ STD ഉപയോഗിച്ച് പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ അറിയുന്നത്. പക്ഷേ ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെന്നും ഞാൻ ഏതൊക്കെയോ പിൻവാതിലിൽ കൂടെ കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം തന്നെ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എൻ്റെ പ്രത്യേകിച്ച് പുൽപ്പള്ളി മേഖലകളിലൊക്കെ എൻ്റെ പോസ്റ്റർ പോലും ഒട്ടിക്കാതെ ഞാൻ പിന്നെ എൻ്റെ ബ്രദേഴ്സിനോടൊക്കെ രാത്രിയിൽ പിന്നെ പോസ്റ്റർ ഉണ്ടാക്കി നിങ്ങൾ കാശ് കൊടുത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ പറഞ്ഞു വിടേണ്ട ഒരു ഗതികേടൊക്കെ എൻ്റെ സ്വന്തം നാട്ടിൽ വരെ ഉണ്ടായി. അപ്പോൾ വളരെ തിക്ത അനുഭവങ്ങളാണ് ഈ സ്ഥാനാർത്ഥിത്വം കിട്ടിയ അന്ന് മുതലേ എനിക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഒരു സ്ത്രീ രാഷ്ട്രീയത്തിൽ വന്നാൽ വിമർശനങ്ങളോ തെറ്റായ പ്രചരണങ്ങളോ കൊണ്ട് പിന്മാറിയാൽ ഇനിയുമുള്ള സ്ത്രീകൾക്ക് അത് ഫോളോ ചെയ്യാനുള്ള മാനസികമായ ധൈര്യം ഉണ്ടാകാതെ വരുമെന്നൊക്കെ കണ്ടുകൊണ്ട് തന്നെ അതിനെ ഞാൻ അതിജീവിച്ച് MLA ആയപ്പോൾ തന്നെ ഒരുപക്ഷെ സുമിയാനിപ്പോൾ ആവർത്തിക്കാൻ ബത്തേരി യക്ഷി അഴിഞ്ഞാടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കോൺഗ്രസ് നേതൃത്വം ഇവിടെ അടിച്ച് പരത്തി സർവർക്കും അയച്ചു എന്ന് മാത്രമല്ല നിയമസഭയിൽ എൻ്റെ പ്രസംഗം ചുമ്മാരി സാർ വളരെ നന്നായിട്ട് എഴുതി, വളരെ കന്നിപ്രസംഗത്തിൽ തിളങ്ങി എന്നൊക്കെ പറഞ്ഞ് എഴുതിയപ്പോഴത്തേക്കും പിന്നെ ശത്രുത കൂടിയിട്ട് അങ്ങനെയുള്ള നേതൃസ്ഥാനത്തേക്ക് വരാനുള്ളവരുടെയൊക്കെ തന്നെ ഭാഗത്തു നിന്നുണ്ടായ പിന്തുണയോടുകൂടി വലിയ ശക്തമായ എതിർപ്പ് അതിനെയൊക്കെ ഞാൻ അതിജീവിച്ചു. പാർട്ടിയിലേക്ക് ഒരു പ്രസംഗിക്കാൻ വിളിച്ചാൽ KSU പ്രസിഡൻറ്റിനെ കൂടി വിളിച്ച് കഴിഞ്ഞ് മാത്രം ആളുകളെല്ലാം പോയി കഴിയുമ്പോഴേ ഒരു ധർണയ്ക്കോ അല്ലെങ്കിൽ ഒരു ഉപവാസത്തിനോ ഒക്കെ എനിക്ക് സ്ഥാനമുള്ളൂ. ഇതായിരുന്നു KPCC ജനറൽ സെക്രട്ടറി ആയിട്ട് ദേശീയ നേതൃത്വത്തിനും അറിയാവുന്നതുകൊണ്ടും അവർക്ക് വളരെ താല്പര്യമുള്ളതുകൊണ്ടും
മാത്രമാണ് ഈ 3 തവണയും KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ നിലനിർത്തി. AICC മെമ്പർ സ്ഥാനത്തേക്ക് ശ്രീമതി മാർഗ്രറ്റ് ആൽവയും ഒക്കെ പറഞ്ഞ് എന്നെ AICC മെമ്പറാക്കി. അങ്ങനെ ഞാൻ ദേശീയ തലത്തിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും കൂടുതൽ ദേഷ്യം. ഇവിടെയോ രക്ഷയില്ല, ഇവിടെയുള്ളവർ തന്നെ വളരെ ഒഴിവാക്കാൻ നോക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന എൻ്റെ പ്രത്യേകിച്ച് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം പ്രൊവിഡൻസ് ഗേൾസ് ഹൈസ്കൂൾ കോഴിക്കോടായിരുന്നു. കാരണം അങ്ങനെയൊക്കെ ആയപ്പം കുറച്ച് ഇംഗ്ലീഷിലെ എലക്യൂഷനുമൊക്കെ അവർ കൊണ്ടുപോയി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ പറ്റുന്നത് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു കുറച്ച്. ഞാനത് ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയിലല്ല, ഉണ്ടായ യാഥാർത്ഥ്യം പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ AICC മെമ്പറായി, ഞാൻ KPCCയുടെ വൈസ് പ്രസിഡൻ്റായി, ലാസ്റ്റ് ജനറൽ സെക്രട്ടറിയായി 3 തവണ. എല്ലാം ഞാൻ നന്നായി. എന്നാലും എനിക്ക് തന്ന 3 ജില്ലകൾ പുരുഷന്മാരോടൊപ്പം ഓരോ ജില്ല വീതിച്ച് കിട്ടി. തൃശ്ശൂർ ജില്ല എനിക്ക് തന്നു, ഒരിക്കൽ പാലക്കാട് ജില്ല തന്നു, ഒരിക്കൽ മലപ്പുറം ജില്ല. അവിടെയൊക്കെ പോയി സജീവ സാന്നിധ്യം ഞാൻ അവിടെ ഉറപ്പിച്ചു. എല്ലാവരോടും നന്നായി പെരുമാറി, എല്ലാവർക്കും ഒരു ചെറിയ താല്പര്യവും സ്നേഹവും ഒക്കെ ഉണ്ടാകുന്ന രീതിയിൽ അവിടെയൊക്കെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതൊക്കെ ഒരു വലിയ കാര്യമായിരുന്നു. പക്ഷേ പ്രാദേശിക നേതൃത്വത്തിന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് ചാടിക്കണമെന്നുള്ള ഒരു ശ്രമങ്ങളായിരുന്നു എല്ലായിടത്തും അവഗണന. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു തവണ വൈസ് പ്രസിഡൻ്റ് അടുത്ത് നിൽക്കെ ജനറൽ സെക്രട്ടറി KP അനിൽകുമാറിനെ കൊണ്ടുവന്ന് പിന്നെ ജില്ലാ ധർണ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, ജില്ലാ സമരം. പാർട്ടിയുടെ പ്രോട്ടോക്കോൾ പോലും പാലിക്കാൻ എൻ്റെ കാര്യത്തിൽ ശ്രമിച്ചിരുന്നില്ല. പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ ദൈവം തന്ന ഒരു ശക്തിയും കരുത്തും, പിന്നെ ഇങ്ങനെ വെടിവെപ്പിനെയൊക്കെ അതിജീവിച്ചപ്പോഴൊക്കെ ഉണ്ടായ പിന്നെ ഒരു സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക എന്ന നിലയിലിരുന്ന് കിട്ടിയ ഒരു അനുഭവ സമ്പത്ത് അവരെല്ലാം ഇഷ്ടവുമാണ്. ഞാൻ ബന്ധപ്പെട്ടു പോകുന്ന എല്ലാവർക്കും എന്നോട് താല്പര്യമാണ്. ബന്ധപ്പെടാത്തവരെ എനിക്കെതിരായി തിരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ തോറ്റുപോയല്ലോ. 96 ഇലക്ഷനിൽ തോൽക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ടീച്ചർ MLA ആയി കഴിഞ്ഞപ്പോൾ ടീച്ചറിന് അഭിമാനത്തോടെ വയനാടിന് വേണ്ടി, എൻ്റെ നാടിന് വേണ്ടി ഞാനിത് ചെയ്തു എന്ന് പറയാൻ കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? അത് ഇപ്പോൾ പറഞ്ഞ ഒരു നീണ്ട പട്ടിക വരും, നിങ്ങളുടെ സമയം കുറവില്ല. അതായത് ഞാൻ ഇവിടെ വന്നപ്പോഴേ പെട്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടത് നാഷണൽ ഹൈവേ ഇല്ല. ഇത് പിന്നെ സാധാരണ പോലെയുള്ള ഒരു റോഡ്. അപ്പോൾ ഞാൻ ജഗദീഷ് ടൈറ്റിലറെ പോയി ഡൽഹി പോയി ജഗദീഷ് ടൈറ്റിലറെ കണ്ടത് ദേശീയപാതയാക്കണമെന്ന് പറഞ്ഞ് അതിനുള്ളൊരു ശ്രമം തുടങ്ങി. അപ്പോഴാണ് റെയിൽവേക്ക് വേണ്ടി ശ്രമിക്കാം, നഞ്ചങ്കോടും നിലമ്പൂരും ഒക്കെ. ഇവിടെ കർണാടകത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് കർണാടക റെയിൽവേ മിനിസ്റ്റർ വന്നു. അപ്പോൾ കർണാടകത്തിലെ നഞ്ചങ്കോടും അറിയാം, അദ്ദേഹത്തിന് പോയി നിവേദനം കൊടുത്തു. ഡൽഹിയിൽ റെയിൽവേ വയനാട് റെയിൽവേൻ്റെ തുടക്കമൊക്കെ എല്ലാം. അതുപോലെ ഇത് സ്റ്റേറ്റ് ഹൈവേയുടെ നാഷണൽ ഹൈവേ ആക്കാൻ നോക്കി. പൊതുവേ ഞാൻ പറയാണ്. പിന്നെയാണ് മീനങ്ങാടിയിൽ ഞാൻ പിന്നെ ആദ്യമല്ലേ തുടക്കമല്ലേ അവിടെ ഒരു പിന്നെ മാവേലി സ്റ്റോർ വേണമെന്ന് പറഞ്ഞ് TH മുസ്തഫയുടെ കാലത്ത് മാവേലി സ്റ്റോർ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇവിടുത്തെ റേഷൻ കടകളെല്ലാം കോഴിക്കോട്ടു നിന്നാണല്ലോ റേഷൻ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ FCI ഗോഡൗണിന് വേണ്ടിയിട്ട് ഡൽഹിയിലും പോയി എഴുതി കൊടുത്തു. ഇവിടുത്തെ സ്റ്റേറ്റ് മിനിസ്റ്ററെ കൊണ്ട് കൊടുപ്പിച്ച് മീനങ്ങാടിയിൽ FCI ഗോഡൗൺ. അപ്പോൾ പലരും പറഞ്ഞു പിതൃത്വം വേറുള്ളവർക്കൊക്കെയാണെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കൽപ്പറ്റയെ വരുവുള്ളായിരുന്നു. എൻ്റെ നിയോജക മണ്ഡലത്തിൽ മാത്രമേ എനിക്ക് ജുറിസ്ഡിക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ മീനങ്ങാടിയിൽ അത് വയ്ക്കാൻ കാരണം. അത് മീനങ്ങാടിയിൽ അതിൻ്റെ സ്ഥലമൊക്കെ കണ്ടെത്തി അവർക്ക് അവിടെ നമുക്കതൊക്കെ സ്ഥാപിക്കാൻ പറ്റി. പിന്നെ ഈ ട്രൈബൽ മേഖലയിൽ എനിക്ക് വലിയ ശ്രദ്ധ ഞാൻ കൊടുത്തു. കാരണം ഏത് സമയത്തും ബഡ്ജറ്റിൽ അവസാനം ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ആ ബഡ്ജറ്റ് വിഹിതം പോയിട്ട് അന്ന് സുധാകരൻ മിനിസ്റ്ററാണ്. ഞാൻ അയാളോട് പറഞ്ഞു എനിക്ക് പിന്നെ അപ്പോൾ വീടുകൾക്ക് തരാൻ പറ്റില്ല ഫണ്ട്, ഇലക്ട്രിസിറ്റി കുടിവെള്ളത്തിനൊക്കെയുള്ള ഫണ്ടുകളാണ് ലാപ്സായി പോകുന്നത്. ഞാൻ പറഞ്ഞു വീടില്ലാതെ എങ്ങനെ ഇലക്ട്രിസിറ്റിയും ജലസേചനവും നടത്തും, അതുകൊണ്ട് എനിക്ക് ആദ്യം വീട് താ, നിങ്ങൾ മന്ത്രിയല്ലേ കൺവേർട്ട് ചെയ്യുക, അത് കൺവേർട്ട് ചെയ്താൽ ഫണ്ട് എനിക്ക് താന്നൊക്കെ പറഞ്ഞ് ഞാൻ ധാരാളം വീടുകളൊക്കെ ഇങ്ങനെ ശ്രമിച്ചു. എല്ലാം അതൊക്കെ നടത്തിയപ്പോൾ എനിക്ക് തോന്നി ഈ ട്രൈബൽ സ്കൂൾസ് ഉണ്ടെങ്കിലും അതിൽ അപ്പർ ക്ലാസ് ട്രൈബൽസിനാണ് അഡ്മിഷൻ മുഴുവൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രിമിറ്റീവ് ട്രൈബ്സ്, പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഈ സ്കൂളിൻ്റെ ഒരു വിഷയമാണല്ലോ ആ കുട്ടികൾക്ക്, അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള ആദിവാസി സമൂഹത്തിന് അഡ്മിഷൻ ലഭിക്കത്തക്ക രീതിയിൽ അവർക്ക് മാത്രമായിട്ട് നൂൽപ്പടിയിൽ
രാജീവ് ഗാന്ധി മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂൾ. ആ പേരിടാൻ കാരണം ഞാനൊരു MLA ആകിയല്ലായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ. അതുകൊണ്ട് രാജീവ് ഗാന്ധി മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂൾ അങ്ങനെയാണ് വന്നത്. അത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ ഞാൻ ശ്രമഫലമായിട്ട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിനെ അപ്ഗ്രേഡ് ചെയ്യിപ്പിച്ച് അത് കമ്പറ്റി മേരി മാതാ കോളേജ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയ രാഘവ് മാഷ് മരിച്ച സമയത്ത് ഞാൻ അതിൻ്റെ ഒരു ആളുകളുടെ സമ്മർദ്ദം മൂലം അങ്ങനെ ഒരുപാട് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ നോക്കി. പിന്നെ ബത്തേരിയിൽ തന്നെ താലൂക്ക് ഹോസ്പിറ്റൽ ഇല്ലായിരുന്നു ഞാൻ ചെയ്യുമ്പോൾ. ഇത് CHC ആയിരുന്നു, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഈ താലൂക്ക് എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്, ഇവിടെ ആളുകൾക്ക് താലൂക്ക് ഹോസ്പിറ്റലില്ല. ഞാൻ പെട്ടെന്ന് ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്ത് താലൂക്ക് ഹോസ്പിറ്റലാക്കി കഴിഞ്ഞപ്പോഴാണ് അതിന് 2 കോടി രൂപ കിട്ടിയപ്പോൾ ബിൽഡിംഗ് പണിയാൻ 1 ഇഞ്ച് സ്ഥലമില്ല. അപ്പോൾ പിന്നെ ഞാൻ മുകളിൽ ഒരു സ്ഥലം വാങ്ങിച്ചിരുന്നു, ഈ ഫെയർലാൻഡ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോഴാ ഫെയർലാൻഡിൽ അതിൻ്റെ ഉടമകൾ ഇത് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ വിശ്വാസ് മേത്ത കളക്ടറായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു, ഇവരിങ്ങനെ എസ്റ്റേറ്റ് ഫെയർലാൻഡിലെ കക്കോടൻ എൻ്റെ ഓണർഷിപ്പിലുണ്ടായിരുന്ന ആ എസ്റ്റേറ്റ് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഒരു 5 ഏക്കർ സ്ഥലം ഞാനത് ചോദിക്കാം, നിങ്ങളതിന് പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കലക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ ബത്തേരി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ PC അഹമ്മദിനെ ഭയങ്കര ഞാൻ വളരെ ഓർക്കുക. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തിൻ്റെ നിർബന്ധവും ഞാനും അദ്ദേഹത്തെ കൊണ്ടൊക്കെ തന്നെ, അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെയും വിളിച്ചു കൂട്ടിയായിരുന്നു. അവരെല്ലാവരും ഐക്യസ്വരത്തിൽ വളരെ പിന്തുണ തന്നു. അങ്ങനെയാണ് ഈ ഫെയർലാൻഡിൽ 5 ഏക്കർ സ്ഥലം, അതിൻ്റെ തൊട്ട് എൻ്റെ സ്ഥലമാണ്. ഇവിടെ തുടക്കം എൻ്റെ സ്ഥലമായിരുന്നു. അതൊക്കെ വിറ്റ് ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലൊക്കെ ഒന്ന് പണിയുന്നു. അങ്ങനെ അതാ പറഞ്ഞു. അപ്പോൾ ഇത് ജില്ലാ ആശുപത്രിയാക്കി. അതുപോലെ ജില്ലാ ആശുപത്രിക്ക് ഇതായിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഈ രാമേന്ദ്ര മാഷ് മന്ത്രിയായിരുന്നപ്പം ജനറൽ ഹോസ്പിറ്റൽ, താലൂക്ക് ജില്ലാ ഹോസ്പിറ്റൽ മാനന്തവാടിയിലല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ഒരു ജനറൽ ഹോസ്പിറ്റൽ കൽപ്പറ്റയിൽ വേണമെന്ന് നിർബന്ധിച്ച് അദ്ദേഹം വയനാട്ടുകാരനൊരു മന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതിൻ്റെ പ്രേരക ശക്തി അന്ന് ഞാനായിരുന്നു. ഞാൻ ധാരാളം അങ്ങനെയുള്ള, പിന്നെ ഇലക്ട്രിഫിക്കേഷനായിരുന്നു. എന്നെക്കുറിച്ച് അന്ന് ചന്ദ്രിക എന്ന് തോന്നുന്നു എഴുതി, വെളിച്ച വിപ്ലവ നായിക എന്ന്. കാരണം എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞ തീരാത്ത അത്രയും കറ്റയാട് ഞാൻ വന്നേ പിന്നെ ഇലക്ട്രിസിറ്റി ഈ തൊട്ട മന്തംകൊല്ലി അവിടെ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് ഞാനാണ്. നമ്പ്യാർകുന്ന് ഈസ്റ്റ് ചീരാൽ ഇങ്ങനെ അങ്ങോട്ട് വടക്കനാട്. പിന്നെ അന്ന് ഇലക്ട്രിസിറ്റിക്ക് തടസ്സമായി പല സ്ഥലത്തും ചതലയത്ത് കാട്ടിക്കൂടി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ റിസ്ക് എടുത്ത് DFIയും ഒരു നിയമത്തിന് കിട്ടില്ല, കാരണം കാട്ടിക്കൂടി വലിക്കാൻ നിയമമില്ല. പക്ഷേ നിയമമില്ലാത്തടത്ത് മരം വെട്ടാൻ ആദിവാസികളെ വിളിച്ച് നിർത്തി അവരെ കൊണ്ട് കമ്പ് വെട്ടിപ്പിച്ച് എൻ്റെ സ്വന്തം റിസ്കിൽ തന്നെ, അല്ലെങ്കിൽ ചതലയം കിട്ടില്ല, വടക്കനാട് കിട്ടില്ല, വള്ളുവാടി കിട്ടിയല്ല. ഇതൊക്കെ കാടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ ഒരു നിയമത്തിന് പോയിന്ന് ചേകാടി റോഡ് ഒരിക്കലും റിസർവ് ഫോറസ്റ്റിനുള്ളിൽ കൂടി ഒരു റോഡ് വെട്ടാം. അതുപോലെ തന്നെ ബൈരക്കുപ്പ പാലത്തിന്റെ അതിന്റെ തുടർ പ്രവർത്തനങ്ങളൊക്കെ ടീച്ചർ ചെയ്തിരുന്നു. പിന്നീട് ബൈരക്കുപ്പ പാലത്തിന് തറക്കല്ലിടിക്കാൻ 2 മുഖ്യമന്ത്രിമാരെ കൊണ്ടുവന്നപ്പോൾ പറയാണ് ഇത് ഫാർസാണ്, ഇത് വെറുതെയാണ്. കരുണാകരനെ പോലെ ഒരു മുഖ്യമന്ത്രിയും വീരപ്പ മൊയ്ലിയെ പോലെ ഒരു മുഖ്യമന്ത്രിയും അവരെ ഞാൻ ഈ സെൻറ്റ് മേരീസ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ അവർ വരുന്ന സാഹചര്യം ഉണ്ടാക്കിയാണ് ആ പാലത്തിന് തറക്കല്ലിട്ടത്. അത് കഴിഞ്ഞ് ഞാൻ തോറ്റുപോയി. കാരണം അത് എൻ്റെ കയ്യിലും അല്പം ഒരുപക്ഷെ മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തുമെങ്കിലും ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയല്ല. എൻ്റെ മനസാക്ഷി അന്ന് കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് ലീഡർ ശ്രീ കരുണാകരൻ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ മാറ്റാൻ വേണ്ടി ശ്രമിച്ചവരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഞാനും ഒരു MLA എന്നുള്ള നിലയിൽ ഒരു ഒപ്പിട്ട് കൊടുത്തു. ശ്രീ കരുണാകരനെ പോലെ ഒരാളെ എതിർക്കാനുള്ള രാഷ്ട്രീയ ശക്തിയോ ബലമോ ഒന്നും എനിക്കില്ല. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴാണ് പുൽപ്പള്ളി വെടിവെപ്പ് ഉണ്ടാകുന്നതും ആ പുൽപ്പള്ളി വെടിവെപ്പിൽ നിരപരാധിയായ എൻ്റെ കൂട്ടുകാരി സാറാമ്മയുടെ ഹസ്ബൻഡ് അടക്കം മരണപ്പെട്ടത്, കുരുവിളി അടക്കം കൈ അറ്റുപോയവർ, നെഞ്ചിലൂടെ വെടിയുണ്ട കയറി ഫ്രണ്ടിലേക്ക് പോയ ബാബു, ഇതെല്ലാം മാതൃഭൂമിയൊക്കെ അന്ന് ഫ്രണ്ടും ബാക്കും ഒക്കെ കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെയുള്ളവരുടെയൊക്കെ ചിത്രം നോക്കുമ്പോൾ കരുണാകരന് മാറി ആൻ്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ ആൻ്റണിയെ പോലെ അഴിമതിയില്ലാത്ത എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതാണ് എൻ്റെ പരാജയത്തിന് കാരണം. സ്വയംകൃതാനർത്ഥം.
വനിതാ കമ്മീഷൻ അധ്യക്ഷ. ആ ഒരു സ്ഥാനത്തിരിക്കാൻ തന്നെ ഒരുപാട് സ്ത്രീകളുടെ വിഷയങ്ങൾ ഇടപെടാൻ പറ്റും, സ്ത്രീകളുമായിട്ട് അടുത്ത് ഇടപെടാൻ പറ്റും. അപ്പോൾ ടീച്ചർക്കുണ്ടായ ഒരു അനുഭവം എന്താണ്? ഒരനുഭവം മുൻപ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉറങ്ങാൻ പറ്റാത്ത ഒരുപാട് രാത്രികൾ ഉണ്ടായിട്ടുണ്ട്, സ്ത്രീകളുടെ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഒക്കെ. അതൊരു വലിയ എക്സ്പീരിയൻസ് എനിക്ക് തന്നതും എൻ്റെ ഒരുപാട് കണ്ണ് തുറപ്പിച്ചതും, ഒരുപക്ഷെ ഒരു സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് എപ്പോഴും ഫൈറ്റ് ചെയ്യാൻ പോലും എനിക്കിടയായതൊക്കെ ആ ഒരു അനുഭവമാണ്. അതിലെ ഒരനുഭവം പ്രത്യേകിച്ച് പറഞ്ഞാൽ, ഞാൻ ഒരു കേസ് എൻ്റെ അടുത്ത് വന്നു. കോടതിയിൽ നിന്ന് അവരോട് പിതൃത്വം തെളിയിക്കാൻ DNA തെളിയിക്കാൻ പറഞ്ഞു വന്നതാണ്. അവർക്ക് പൈസയില്ല. അപ്പോൾ CM കണ്ട് അവർ പറഞ്ഞപ്പോൾ വനിതാ കമ്മീഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു ലെറ്റർ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അവരെ വിളിപ്പിച്ചു. പരാതിക്കാരി ഒരു ഹരിജൻ ലേഡിയും ഒരു മകൻ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനുമാണ്. അവർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു അപ്പർ ക്ലാസ് ആളാണ് അദ്ദേഹം സ്ത്രീയെ പീഡിപ്പിച്ച് കുട്ടിയുണ്ടായതും അവർ വളരെ മാനസിക വിഷമിച്ച സന്ദർഭം. അവർക്ക് പണമില്ല, 25,000 രൂപ വേണം DNA ടെസ്റ്റിന്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ DNA ടെസ്റ്റ് നടത്താനുള്ള പൈസ കെട്ടിവെക്കാം, നിങ്ങൾ വരാൻ പറഞ്ഞു. അങ്ങനെ വനിതാ കമ്മീഷനിൽ DNA എന്ന് പറഞ്ഞ ഒരു 3 ലക്ഷം രൂപ ഒരിക്കലും ഉപയോഗിക്കാതെ കിടപ്പുണ്ട്. അപ്പം ഞാൻ അത് കണ്ടുകൊണ്ട് അതിൽ നിന്ന് 25,000 രൂപ കെട്ടിവെച്ച് പിന്നെ ഇത് DNA ടെസ്റ്റിന് എല്ലാ ഇടപാടും ചെയ്തു. ഇദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്താൽ വരികയില്ല. അവസാനം 3ാമത്തെ തവണ വിളിപ്പിച്ച് ഇവർ ആസ്മ ലേഡി, ഈ മകൻ 11th സ്റ്റാൻഡേർഡ്, ഒന്നുമല്ലെങ്കിലും ഒരു സ്ത്രീ ഇത്രയും മാനസികമായി വിഷമം 10 മാസം ചുമന്നൊരു കൊച്ചിനെ പ്രസവിക്കുക, നമ്മുടെ നാട്ടുകാർ വിളിക്കുന്ന പേരെന്താണ്? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തി എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ സ്നേഹം നടിച്ചോ ആ സ്ത്രീ ഗർഭിണിയായാൽ അവൾ മാത്രം കുറ്റാരോപിതയാകുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരുണ്ടായിട്ടുള്ള അപമാനം, ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ അവരുണ്ടാക്കിയ അതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ പറഞ്ഞു, അയാൾക്ക് അറസ്റ്റ് വാറൻറ്റ് കിട്ടും. അറസ്റ്റ് വാറൻറ്റിന് എഴുതി കൊടുത്തു. അയാൾ അറസ്റ്റ് വാറൻറ്റ് കിട്ടി. അന്ന് അയാളും പറയാൻ വിഷമമുണ്ടും അയാൾ തൂങ്ങി മരിച്ചൊരു ക്ഷേത്രത്തിൽ പോയി. പിന്നെ എനിക്കങ്ങ് മാനസികമായിട്ട് ഞാനൊരു സമൻസ് അയക്കാൻ പ്രേരിപ്പിച്ചിട്ടാണല്ലോ അത് മാനസിക വിഷമം അയാളുടെ ജീവനൊടുക്കിയത്. ഇവരുടെ ഒരു പിതൃത്വം തെളിയിക്കാനുള്ള സന്ദർഭവും പോയില്ലേ. ലാസ്റ്റ് ഇനിയിപ്പോൾ ഒന്നും പറ്റിയല്ലോ. ഞാൻ പെട്ടെന്ന് ഇവർ വന്നു, ഈ സ്ത്രീയും മകനും കൂടി വന്നിട്ടൊരു പൊട്ടിക്കരച്ചില എൻ്റെ മുമ്പിൽ നിന്ന്. ആ മോൻ്റെ കണ്ണിന്നുള്ള കണ്ണുനീരിപ്പോഴും മുഖത്തുണ്ട്. ഇവർ പറഞ്ഞു അയാൾ മരിച്ചു. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരൊന്ന് കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിളിച്ചിട്ട്, സ്ഥലമൊന്നും പറയാൻ പാടില്ലാത്തതാണ്, പ്രിൻസിപ്പളിനോട് പറഞ്ഞു, ഇപ്പോഴൊരു ബോഡി ഇന്ന സ്ഥലത്തുനിന്ന് അവിടെ പോസ്റ്റ്മോർട്ടത്തിന് വരും, അപ്പോൾ അതിൽ DNA ടെസ്റ്റിനുള്ള സാമ്പിൾ കൂടി എടുത്തു വയ്ക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ച് അത് ഇടപാട് ചെയ്തു. ബോഡി എടുക്കുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സംശയം കൊണ്ടാണ്. ആ വീട്ടുകാരെ അപമാനിതരാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് രണ്ടാമത് ആ ബോഡി വീട്ടിൽ പോയെങ്കിൽ അവിടെ പോയി സാമ്പിൾ ശേഖരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കലക്ടറോട് പറഞ്ഞ് കലക്ടറുടെ നിർദ്ദേശം കൊടുപ്പിച്ചു. പിന്നെ കമ്മീഷണറോട് പറഞ്ഞ് കമ്മീഷണറുടെ നിർദ്ദേശം കൊടുപ്പിച്ച് ആ സാമ്പിൾ എടുത്ത് ആ കുട്ടിക്ക് അച്ഛൻ ഇതാണെന്നുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ സ്വത്ത് ആ ഹരിജൻ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റി. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഇപ്പോൾ ടീച്ചർ വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷയാണ്. ഇപ്പോൾ ടീച്ചർക്ക് അതിൽ നിൽക്കുമ്പം ഉള്ള ഒരു അനുഭവം എന്താണ്? സ്ത്രീകളുമായിട്ട് കൂടുതൽ ഇടപെടാൻ പറ്റുന്നുണ്ടോ? അതൊരു വ്യത്യസ്തമായ ഫീൽഡാണ്. കാരണം സ്ത്രീ ശാക്തീകരണത്തിന് എപ്പോഴും ആവശ്യം സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയാണെന്ന് ഈ വനിതാ കമ്മീഷനിലേക്ക് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് സാമ്പത്തികം ഉറപ്പ് വരണമെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും ഫണ്ട് കിട്ടണമല്ലോ. അതിനാണ് വനിതാ വികസന കോർപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴാ വനിതാ വികസന കോർപ്പറേഷനെ കുറിച്ച് എല്ലാവർക്കും അറിഞ്ഞുകൂടാ. ആദ്യം തന്നെ എല്ലാ ജില്ലകളിലും വനിതാ വികസന കോർപ്പറേഷൻ്റെ ജില്ലാ ഓഫീസുകളുണ്ടാക്കി, വയനാട്ടിലടക്കം ചുരുങ്ങിയ ചെലവിൽ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അവർക്ക് സാമ്പത്തികമായി 3% തുടങ്ങി 6% വരെയുള്ള ഇതിൽ ലോണുകൾ കൊടുക്കുന്നതിൽ റെക്കോർഡ് കിട്ടി. അങ്ങനെ 35 കൊല്ലമായ വനിതാ വികസന കോർപ്പറേഷനിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് അതിന് പ്രോഫിറ്റായി. മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റി. ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവാർഡ് ഈ ലോൺ ഡിസ്ട്രിബ്യൂഷനുള്ളതും ലോൺ റിക്കവറിക്കുള്ളതുമായ 2 അവാർഡും
ടീച്ചർ ഇപ്പം നമുക്കറിയാം എല്ലാ മേഖലകളിലും ഇപ്പം രാഷ്ട്രീയ തലത്തിലാണെങ്കിലും സർക്കാർ തലത്തിലാണ്, ഏത് തലത്തിലായാലും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയാണ്. പല സ്ഥലങ്ങളിലും പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഇതൊക്കെ കൂടി വരികയാണ് ചെയ്യുന്നത്, കുറയുന്നേയില്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, ഇതൊക്കെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഇത്രയും വർഷങ്ങളായിട്ട് സ്ത്രീകളുമായിട്ട് ഇടപെട്ട ഒരു ആൾ എന്ന നിലയ്ക്ക് ഈ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കുറയ്ക്കുകയെങ്കിലും, പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയില്ല, പക്ഷേ അത് കുറയ്ക്കുകയെങ്കിലും ചെയ്യാൻ എന്ത് സാധിക്കും? ഇത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ സാധിക്കുന്നതല്ല. കാരണം ഇതൊക്കെ നടക്കുന്നു, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ധാരാളം പണം സർക്കാർ ചിലവാക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫലവും കാണാത്തതുപോലെയാണ്. ഞാൻ എന്നാണ് വനിതാ കമ്മീഷൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതാകുന്നത് എന്ന് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ പരാതികൾ സ്വീകരിക്കുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ പരാതിയില്ലാത്തൊരു സമൂഹം. ഇത് നമ്മളെല്ലാ തരത്തിലും പരിഷ്കൃത സമൂഹമായി മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇൻഡെക്സിൽ സ്ത്രീകളോടുള്ള സമീപനത്തിൽ നമ്മൾ വളരെ താഴെയാണ്. അതായത് നമ്മൾ വിചാരിക്കാത്ത പാകിസ്ഥാൻ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ പോലും ഉണ്ടല്ലോ, അവിടെ പോലും സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ അവിടെ തുല്യതയുണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെയൊക്കെ വനിതാ പ്രധാനമന്ത്രിമാർ എത്ര പേരുണ്ടായിട്ടുണ്ട് അല്ലേ? പിന്നെ ബംഗ്ലാദേശ്, എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെ. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പിന്തള്ളപ്പെടുക. ഈ ജെൻഡർ ഇക്വാളിറ്റി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. പല പല ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളിൽ കൂടെയൊക്കെ വന്ന് നമ്മളിൽ ഇൻബിൽറ്റായതാണ്. ഒരു സ്ത്രീ പുരുഷൻ്റെ താഴെയാണ്. അപ്പോൾ കൊച്ചു കുട്ടികൾ തുടങ്ങിയുള്ളവരുടെ വിദ്യാഭ്യാസത്തിൽ ഈ സ്ത്രീയും കുട്ടിയും, പെൺകുട്ടിയും ആൺകുട്ടിയും ഒന്നാണെന്ന് വരുന്ന ഒരു എഡ്യൂക്കേഷൻ സമ്പ്രദായം നമുക്ക് വേണം. അത് വീട്ടിൽ ആദ്യം തുടങ്ങണം. വീട്ടിൽ പോലും അമ്മമാർ കരുതുന്നത് ഒരു ആൺകുഞ്ഞുണ്ടെങ്കിൽ എൻ്റെ സംരക്ഷണമായി, ഒരു പെൺകുഞ്ഞ് അതിന് പോരാ എന്നുള്ള ചിന്തയിൽ ഒറ്റ കുട്ടികളെ നിങ്ങൾ എടുത്തു നോക്കുക. ഒറ്റ കുട്ടികളുള്ളതല്ല. ആൺകുട്ടികളാണെങ്കിൽ ഒരു മടിയില്ല, ഒരു കുട്ടി മതി. അതേസമയം ഒരു പെൺകുട്ടിയാണ് ഒറ്റ കുട്ടിയെങ്കിൽ ആ കുട്ടി പോരാ, ഒരു ആൺകുഞ്ഞു കൂടി വേണം. അതൊരു നമ്മുടെ മനോഭാവമാണ്. അപ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ കുടുംബത്തിൽ സ്വന്തം അമ്മ പോലും ആഗ്രഹിക്കുന്നത് ആൺകുഞ്ഞു മതി എന്നുള്ള. അപ്പോൾ ആ സെക്ഷൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാകണമെങ്കിൽ മനോഭാവത്തിലുള്ള മാറ്റം, അത് നമ്മൾ മറ്റ് രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പം വളരെ താഴെയാണ്. ആ ഇൻഡെക്സിൽ നമ്മൾ വളരെ താഴ്ന്നത് കൊണ്ടാണ് UN-ൻ്റെ പല പഠനങ്ങളിലും നമ്മുടെ ഈ സാംസ്കാരിക ഇൻഡെക്സ് വളരെ ലോ ആയി വരുന്നത്. കാരണം അത് ഇൻഡെക്സ് കണക്കാക്കുന്നത് ദ സ്റ്റേറ്റ് ഓഫ് അഫെയർസ് ഓഫ് ദി വിമൻ ഓഫ് ദാറ്റ് കൺട്രി. ആ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്, അത് അനുസരിച്ചിട്ടുള്ള ഇൻഡെക്സ് വരുമ്പോൾ നമ്മൾ താഴെയാണ്. അപ്പോൾ കുടുംബത്തിൽ തുടങ്ങി അധ്യാപകരിലൂടെ അത് പൊതുസമൂഹത്തിലൂടെ വരണമെങ്കിൽ ഇനിയും നമ്മൾ ഒരുപക്ഷെ വളരെ മാറ്റം യുവാക്കളിൽ കാണുന്നുണ്ട്. കുറേ പേരിലെങ്കിലും കുടുംബങ്ങളിൽ സ്ത്രീക്ക് മാത്രമായിട്ട് അടുക്കളപ്പണി വയ്ക്കാതെ നമ്മൾ ജോലിയെല്ലാം ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക. ചൂലെടുത്തടിക്കാൻ പാടില്ല ആൺകുട്ടികൾ എന്നുള്ള ചിന്ത ആ മക്കളിൽ നമ്മൾ ഉണ്ടാക്കിയാണ് വളർത്തുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്, കുറേ മാറി. ഇനിയത്തെ അടുത്ത തലമുറയെങ്കിലും നമുക്ക് ഈ പെൺകുട്ടിയെയും ആൺകുഞ്ഞിനെയും ഒരേപോലെ കാണുന്ന മാതാപിതാക്കളെയും സ്ത്രീകളെയും പുരുഷന്മാർക്ക് ഒപ്പം കാണുന്ന എൻ്റെ സഹോദരിയാണ്, എൻ്റെ മകളാണ്, അല്ലെങ്കിൽ എൻ്റെ പേരക്കിടാവാണ് എന്നൊക്കെ ഒരു പെൺകുഞ്ഞിനെ കാണുമ്പോൾ, ഒരു സ്ത്രീയെ കാണുമ്പോൾ തോന്നുന്ന മാനസികാവസ്ഥ നമ്മുടെ കേരള സംസ്ഥാനത്തിന് മറ്റെല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ സാമൂഹ്യ മേഖലയിലൊക്കെ കുറേ പുരോഗതി ഉണ്ടായതിനോടൊപ്പം ഇതിനും ഈ നമ്മൾ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാത്തൊരു സമൂഹമായി കഴിയുന്നതും വേഗമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.